ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിനെ മതിൽ കെട്ടി എൻ്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന്. അപ്പൊ ആരെങ്കിലും ചോദിക്കുകയാണ്, പാസ്റ്റർ എന്നാ പിന്നെ ദൈവത്തിന് ഈ ദേശത്തെ അങ്ങ് നശിപ്പിക്കാതിരുന്നാ പോരെ? ആരെങ്കിലും ഇടിവിൽ നിന്നിട്ട് അത് ദൈവത്തിന്റെ കൃപയാ. ദൈവത്തിന്റെ സ്നേഹത്തെയും ദൈവത്തിന്റെ നീതിയെയും നിങ്ങൾ തിരിച്ചറിയണം. ദൈവത്തിന്റെ നീതി പാപത്തിന്റെ മേൽ ശിക്ഷയാണ്. പക്ഷെ അവിടെ ദൈവത്തിന്റെ സ്നേഹം അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപ ആ ശിക്ഷയെ നീക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾ ഒരു കാര്യം അറിയണം, ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും ദൈവത്തിന്റെ നീതിയെ കടക്കത്തില്ല. ദൈവത്തിന്റെ നീതി ഒരിക്കലും ദൈവത്തിന്റെ സ്നേഹത്തെയും കടക്കത്തില്ല. അപ്പൊ പാപം പ്രബലമായപ്പോൾ ദൈവത്തിന്റെ നീതിയിൽ ന്യായവിധി നടക്കേണ്ടതാ. പക്ഷേ ദൈവത്തിന്റെ സ്നേഹം